നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ രാവിലെ തുടങ്ങുകയാണ്. നല്ല കുറേ വാർത്തകൾ സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ ഈ ദിവസം എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ ഇവിടെ തുടങ്ങുകയാണ്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. SIR-ൽ ഇന്ന് നിർണായകം. ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും പരിഗണനയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് സമയപരിധി ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. ഇനിയും പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാവാതെ മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ SIT. N. വാസുവിനായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മൂന്നാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഉടൻ സമർപ്പിക്കും. പത്മകുമാറിന്റെ അറസ്റ്റ് സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു വിഭാഗം. ശിവകുമാറിനായി പ്രമുഖ MLA-മാർ ഡൽഹിയിൽ. നേതൃമാറ്റ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 18നോട്. സുഹ്റാൻ മംതാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഇന്ന്. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മംതാനി. കമ്മ്യൂണിസ്റ്റ് എത്തുന്നുവെന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പ്. വിജയത്തിന് ശേഷം മംതാനി പ്രസിഡന്റിനെ കാണുന്നത് ഇതാദ്യം. അശാന്തമായി നേപ്പാൾ. മുൻ ഭരണപക്ഷ അനുകൂലികളും ജൻസി പ്രക്ഷോഭകാരികളും തമ്മിൽ സംഘർഷം തുടരുന്നു. പല സ്ഥലങ്ങളിലും കർഫ്യൂ. ജനങ്ങളോട് സംയമനം പാലിക്കണമെന്ന് താൽക്കാലിക പ്രധാനമന്ത്രി സുശീല കർക്കി. വിശദമായി നോക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇറാൻ. ഇറാനിലെ ആണവ സൈറ്റുകൾ പരിശോധിക്കാൻ ഏജൻസി പ്രതിനിധികളെ അനുവദിക്കില്ല. കൈറോയിൽ ഒപ്പിട്ട സഹകരണ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇറാൻ പ്രസ്താവനയിറക്കി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇറാന്റെ കടുത്ത നിലപാട്. ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ അളവും തകർന്ന ആണവ കേന്ദ്രങ്ങളിലെ സാഹചര്യവും ഉടൻ പരസ്യമാക്കണമെന്നായിരുന്നു പ്രമേയം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, ഇറാന്റേത് കടുത്ത നിലപാടാണ്, കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് പ്രമേയത്തിൽ പ്രധാനമായും പറയുന്നത്? ഭവ്യ, ഇപ്പോൾ IAEA-യുമായിട്ട്, അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള സഹകരണത്തിനും ഇല്ല എന്നുള്ളതാണ് ഇറാന്റെ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകളിൽ. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്, ഈ സമ്പുഷ്ടീകരിച്ചിരുന്ന യുറാനിയത്തിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ് IAEA-യുടെ ഇൻസ്പെക്ഷൻസും അതുപോലെ അവരുടെ ഒരു റിപ്പോർട്ടും തയ്യാറാക്കണമെന്നുള്ളൊരു ആവശ്യം IAEA മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. കാരണം IAEA-യും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണെന്നും അവർക്ക് കൃത്യമായ രീതിയിലുള്ള അജണ്ടകളുണ്ട് എന്നുള്ളതുമാണ് ഇറാന്റെ നിലപാട്, അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ ഒരു മേഖലയിലെല്ലാം അവർ പരിശോധിക്കുന്നതിൻ്റെ റിപ്പോർട്ട് നേരെ UN-ലല്ല കൊടുക്കുന്നത്, അവർ നേരെ അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ IAEA-യെ ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകളിൽ ഇൻസ്പെക്ഷൻ അനുവദിച്ചാൽ അത് വലിയ മണ്ടത്തരമാകും എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു കെയ്റോ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഇറാനിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുറാനിയം സമ്പുഷ്ടീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും അവിടുത്തെ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ IAEA-ക്ക് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്താനും ഒക്കെയുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു വച്ചിരുന്നത്. പക്ഷേ ആ എഗ്രിമെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇറാൻ പിന്മാറിയിരിക്കുന്നത്. മാത്രമല്ല 2015-ൽ ഇറാനുമേൽ ഉണ്ടായിരുന്ന ഉപരോധങ്ങളെല്ലാം നീക്കിയിരുന്നതാണ്. അവിടുത്തെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് യുറാനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ആണവ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ലോകരാജ്യങ്ങൾ വച്ചിരുന്നതാണ്. പക്ഷേ അതെല്ലാം 2015 ശേഷം നീക്കം ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഫ്രാൻസും ജർമ്മനിയും UK-യും ചേർന്ന് UN-ൽ ആവശ്യപ്പെടുകയും ഒരു ഇത്തരത്തിൽ ഇറാൻ ഒരു ആണവ അവരുടെ പ്രോലിഫറേഷൻ ഒബ്ലിഗേഷൻസിൽ എതിർത്താണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ വീണ്ടും പഴയ ഉപരോധങ്ങൾ ചുമത്തണമെന്ന് ഫ്രാൻസും UK-യും ജർമ്മനിയും ആവശ്യപ്പെട്ടതോടെ വീണ്ടും ഇറാനെതിരെ ഒരു വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് IAEA-യുമായിട്ടുള്ള ഒരു ബന്ധം ഇനി അങ്ങോട്ട് തുടരാൻ താല്പര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്. നിലവിൽ നേരത്തെ ഈ ഒരു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭയത്തിന്മേൽ അല്ലെങ്കിൽ അവർ ആണവപരമായി ആക്രമിക്കുമെന്നുള്ള പേടിയിലാണ് ഇസ്രായേൽ അങ്ങോട്ട് തിരിച്ചാക്രമിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇറാനും ഇസ്രായേലുമായിട്ടുള്ള തർക്കങ്ങളും ആക്രമണങ്ങളും തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ B-2 ബോംബറുകൾ ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ പോയി ബോംബിടുന്നതും തിരിച്ചു വരുന്നതും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പിന്നീട് അതൊരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങും എന്നുള്ള സാഹചര്യത്തിലെത്തി പിന്നീട് അത് ശാന്തമായി പോവുകയുമായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇറാനും റഷ്യയും ചേർന്നിട്ട് 4ഓളം ആണവ കേന്ദ്രങ്ങൾ ഇറാനിൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഇറാനെതിരെ ആണവ ഉപരോധങ്ങളും മറ്റ് അതിനനുസരിച്ചുള്ള ഉപരോധങ്ങളൊക്കെ വരുന്നതും ഇപ്പോൾ IAEA-യുമായിട്ടുള്ള സഹകരണത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തീരുമാനിക്കുന്നതും. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിയുക്ത ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മേയർ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന കീഴ്വഴക്കം അനുസരിച്ചാണ് നീക്കം. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മംദാനി മാധ്യമങ്ങളോട് പറഞ്ഞു. We'll be heading to Washington, D.C. tomorrow to meet with President Trump in the White House. It is customary for an incoming mayor of this city to meet with the White House, given the mutual reliance. My team reached out to the White House to set up this meeting because I will work with anyone to make life more affordable for the more than 8.5 million people who call this city home. I have many disagreements with the president, and I believe that we should be relentless and pursue all avenues and all meetings that could make our city affordable for every single New Yorker. അതേസമയം കമ്മ്യൂണിസ്റ്റ് മേയറായ മംദാനി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൂടിക്കാഴ്ചയെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഭിലാഷ്, കടുത്ത വിമർശകർ മുഖാമുഖം അല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് നമ്മുടെ അതിഥിയായി എത്തുന്നു എന്നുള്ളതാണ് US വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് വൈറ്റ് ഹൗസിൽ അതിഥിയായി എത്തുന്നു എന്നുള്ളതാണ്. ന്യൂയോർക്കിൻ്റെ മേയറായിട്ടുള്ള സൊഹ്റാൻ മംദാനി ഡെമോക്രാറ്റാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നതും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതും. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും കടുത്ത എതിരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് സൊഹ്റാൻ മംദാനി. ആ സൊഹ്റാൻ മംദാനി ഇന്ന് വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കാണുമെന്നുള്ളതാണ്. ലോകം തന്നെ വളരെ ആകാംക്ഷയോടെ കാണുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാണിത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റും ഒരു റിപ്പബ്ലിക്കനും തമ്മിൽ കാണുന്ന ഒരു വലിയ ഇതാണ്. അയാളൊരു കോർപ്പറേറ്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഒരു കോർപ്പറേറ്റും ഒരു കമ്മ്യൂണിസ്റ്റും പരസ്പരം കാണുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അത് വളരെ ആകാംക്ഷയോട് തന്നെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കാൻ പോകുന്നത്? കാരണം രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, രണ്ട് നേതാക്കളുടെയും രീതികൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തരായിട്ടുള്ള രണ്ട് നേതാക്കൾ ഒരുമിച്ച് കാണുമ്പോൾ ന്യൂയോർക്കിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ സൊഹ്റാൻ മംദാനി എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഡൊണാൾഡ് ട്രംപുമായിട്ടുണ്ട്. പക്ഷേ ന്യൂയോർക്കിൻ്റെ മുന്നോട്ട് പോക്കിന്, ന്യൂയോർക്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ട്രംപ് എടുക്കുന്ന നിലപാടിന് ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ന് വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കാണാനുള്ളൊരു അവസരമൊരുക്കിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സൊഹ്റാൻ മംദാനി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് താൻ ആവശ്യപ്പെട്ടിട്ടല്ല, മംദാനി ആവശ്യപ്പെട്ടിട്ടാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നൊരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ച ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവാണ്. എന്നാൽ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് ആ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവിൻ്റെ പാർട്ടിക്കാരെ പരാജയപ്പെടുത്തി ന്യൂയോർക്കിൽ മേയറായി വന്ന ആളാണ്, ഇന്ത്യൻ വംശജനാണ്. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഒരു കോർപ്പറേറ്റ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. ഇവർ ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി
വ്യക്തിപരമായി പോലും അധിക്ഷേപം നടത്തിയ ഒരാൾ കൂടിയാണ് സൊഹറാൻ മംദാനി എന്ന് പറയുന്നത്. അത്തരത്തിൽ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരിന്ന് ഒരുമിച്ച് കാണുന്നു. അവിടെയാണ് അഭിലാഷ, അദ്ദേഹം മംദാനി വളരെ വ്യക്തമായി പറയുന്നുണ്ട് തന്റെ വോട്ടർമാർക്ക്, തന്റെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ താൻ ആരെയും കാണും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മംദാനി ജയിക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂയോർക്ക് നഗരത്തിനുള്ള ഫണ്ട് താൻ പിടിച്ചു വെക്കും. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഒരു മഞ്ഞുരുക്കമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അമേരിക്ക പോലൊരു രാജ്യത്ത് അവിടുത്തെ ഒരു മേയറായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളോടുള്ള വിരോധത്തിന് ന്യൂയോർക്ക് എന്ന് പറയുന്ന സിറ്റിയുടെ ഫണ്ട് തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ പോലൊരു സ്ഥലത്ത് അത് യാഥാർത്ഥ്യമാകില്ല. കാരണം അത്തരത്തിൽ അവിടുത്തെ ആളുകൾ വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ ഷട്ട് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രംപിൻ്റെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോട് എടുക്കുന്ന നിലപാടിലടക്കം രാജ്യത്തെ പല ആളുകൾക്കും, ഒരു വലിയ വിഭാഗം ആളുകൾക്കും ട്രംപിൻ്റെ ഭരണരീതികളോട് എതിർപ്പുണ്ട്. അത്തരത്തിൽ എല്ലാ മാസവും അവിടെ പല മാധ്യമങ്ങളും ചില വോക്സ് പോപ്പും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഭരണത്തോട് അത്ര വലിയ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ സൊഹറാൻ മംദാനി ന്യൂയോർക്കിൽ ജയിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സിറ്റിക്കെതിരെ ഒരു നിലപാട് സൊഹറാൻ മംദാനിയെ ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊരു നിലപാടെടുക്കാൻ എന്തായാലും ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മംദാനിയും ട്രംപുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളും, അതുപോലെ ട്രംപിന് ഒരു എപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാരോടൊരു വിരോധമുണ്ട്. ആ വിരോധവും ഒരുപക്ഷെ ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി നീങ്ങിയേക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. ആ സമയത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇവരുടെ മറുപടിയും ഇവരുടെ പ്രതികരണങ്ങളുമാണ് ഏറ്റവും ആകാംക്ഷയോടെ ലോകം തന്നെ കാത്തിരിക്കുന്നത്. ഭവ്യ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിലെ മുൻ ഭരണപക്ഷാനുകൂലികളും ജൻസി പ്രക്ഷോഭകാരികളും തമ്മിൽ സംഘർഷം. സ്ഥിതി ഗുരുതരമായതോടെ പല സ്ഥലങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചു. ബാരത് ജില്ലയിലെ സിമാര മേഖലയിൽ CPN UML പ്രവർത്തകർ സംഘടിപ്പിച്ച സർക്കാർ വിരുദ്ധ റാലി ജൻസി പ്രക്ഷോഭകാരികൾ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ജനങ്ങളോട് സംയമനം പാലിക്കണമെന്ന് താൽക്കാലിക പ്രധാനമന്ത്രി സുശീല കർക്കി ആവശ്യപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഒരു വിഭാഗം. മഗടി MLA HC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന പ്രമുഖ MLA മാർ ഡൽഹിയിലെത്തി. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ തർക്കമാണല്ലേ? അതെ ഭവ്യ, വീണ്ടും തർക്കം വരികയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി. കാരണം 2023 കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. അന്നേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം രണ്ടുപേരും ഉന്നയിച്ചിരുന്നു. സിദ്ധരാമയ്യ മാത്രമല്ല, PCC അധ്യക്ഷൻ കൂടിയായ DK ശിവകുമാറും മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം അന്നേ ഉന്നയിച്ചതാണ്. കാരണം ഏതാണ്ട് ഒരാഴ്ചയിലധികം നീണ്ട ചർച്ചകൾ, തർക്കങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന പദവിയിൽ DK ശിവകുമാർ തൃപ്തിപ്പെട്ടത്. അന്നേ നേതാക്കൾ പറഞ്ഞിരുന്ന കാര്യമാണ് 2.5 വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ മാറും, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന്. ആ ടേം ഇപ്പോൾ അവസാനിക്കുകയാണ്. കാരണം 2023 മെയ്യിലാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നത്. ഈ നവംബർ മാസം കഴിയുന്നതോടുകൂടി 2.5 വർഷം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DK ക്യാമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ നേതാക്കൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന മന്ത്രിമാരും MLA മാരും എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി അവർ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. പ്രധാനമായും N. ചെലവരസ്വാമി സംസ്ഥാനത്തെ മന്ത്രിയാണ്. അദ്ദേഹം ഒപ്പം ഇക്ബാൽ ഹുസൈൻ രാമനഗര MLA ആണ്. കൂടാതെ HC ബാലകൃഷ്ണ തുടങ്ങിയ MLA മാരും ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇവരെ കൂടാതെ 10ലധികം MLA മാർ കൂടി ഡൽഹിയിലെത്തി നേതൃത്വത്തിൽ കാണും എന്നാണ് ഇപ്പോൾ DK ക്യാമ്പ് അറിയിക്കുന്നത്. പക്ഷേ സിദ്ധരാമയ്യ ആകട്ടെ മറുവശത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന നിലപാടിൽ തന്നെയാണ്. കാരണം തൻ്റെ മുഖ്യമന്ത്രി കാലാവധി 5 വർഷത്തേക്കാണെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയാകാം എന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ ചർച്ചയാകുന്നത് എന്നാണ് സിദ്ധരാമയ്യ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മാറിക്കൊടുക്കാനില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്
സിദ്ധരാമയ്യ. അതുകൊണ്ട് തന്നെ ഇനി DK ശിവകുമാറിന്റെ അടുത്ത നീക്കം എന്തെന്നുള്ളത് നിർണായകമാണ്. അദ്ദേഹം അടുത്തിടെ 2 ദിവസം മുമ്പാണ് KPCC അധ്യക്ഷ പദവി രാജിവെക്കുമെന്ന സൂചന നൽകിയത്. കാരണം 6 വർഷത്തോളം അടുക്കുന്നു അധ്യക്ഷനായിട്ട്. അപ്പോൾ സ്ഥിരമായി ഒരാൾ തന്നെ പദവിയിൽ ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന പ്രതികരണമൊക്കെ അന്ന് DK നടത്തിയതാണ്. സ്വാഭാവികമായും സിദ്ധരാമയ്യ മാറി നൽകാനില്ല എന്ന നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി DK ക്യാമ്പിന്റെ നീക്കം എന്നുള്ളത് നിർണായകമാണ്. നിലവിൽ കർണാടകയിൽ കോൺഗ്രസ് ഏതാണ്ട് 130-ലധികം അംഗങ്ങളുണ്ട്. 224 അംഗ സഭ. സമീപകാലത്തെ ഏറ്റവും വലിയ വിജയമാണ് അവർ നേടിയത്. പക്ഷേ DK ശിവകുമാർ ഇത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും MLA-മാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും DK ശിവകുമാറിന്റെ നീക്കം എന്നുള്ളത് നിർണായകമാണ്. ഹൈക്കമാൻഡ് ഒരു ഇടപെടൽ ഉടൻ പ്രതീക്ഷിക്കാമോ രാകേഷ്? ഹൈക്കമാൻഡ് സ്വാഭാവികമായും ഇടപെടേണ്ടി വരും. കാരണം നിലവിൽ DK ക്യാമ്പ് അത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വരും. മാത്രമല്ല മാറി നൽകണം എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചാൽ ഒരുപക്ഷെ DK ശിവകുമാർ എന്ന പേരായിരിക്കില്ല അവർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. കാരണം അടുത്തിടെ സിദ്ധരാമയ്യയുടെ മകൻ തന്നെ ഒരു പ്രതികരണം നടത്തി. പിതാവ് രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നെന്ന പ്രതികരണമൊക്കെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചയായിരുന്നു കർണാടകത്തിൽ. പക്ഷേ പകരം അവർ പേര് നിർദ്ദേശിക്കുന്നത് മറ്റൊരു നേതാവിനെയാണ്. ബലഗാവിയിൽ നിന്നുള്ള നേതാവിൻ്റെയൊക്കെ തന്നെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ മാറി നൽകേണ്ടി വരികയാണെങ്കിൽ സിദ്ധരാമയ്യ ഒഴിയണം എന്ന നിലപാട് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ DK ശിവകുമാർ അല്ലാതെ മറ്റൊരു പേരിലേക്ക് ഒരു പക്ഷേ സിദ്ധരാമയ്യ ക്യാമ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴേതായാലും ചർച്ചകൾ ആ ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സിദ്ധരാമയ്യക്ക് അനുകൂലമാകുന്ന ഘടകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ പലരും സിദ്ധരാമയ്യ ക്യാമ്പിലാണ് എന്നുള്ളതാണ് അനുകൂലമായ കാര്യം. പക്ഷേ വൊക്കലിഗ സമുദായത്തിനുള്ള നേതാവ്, ഓൾഡ് മൈസൂരു മേഖലയിൽ നിന്നും നേതാക്കളൊക്കെ തന്നെ DK ശിവകുമാറിനുമായി നീക്കം ശക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെത്തിയ പല നേതാക്കളും വൊക്കലിഗ വിഭാഗത്തിനുള്ള നേതാക്കളാണ്. ഒപ്പം DK അനുകൂലിക്കുന്ന നേതാക്കളാണ്. അപ്പോൾ അവരുടെ നീക്കം ഇനി എന്ത് തുടങ്ങിയ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോട് അവർ എങ്ങനെ ഹൈക്കമാൻഡ് ഇവരോടുള്ള സമീപനം എങ്ങനെയെന്നൊക്കെ തന്നെ നിർണായകമായ കാര്യമായിരിക്കും. ഏതായാലും കർണാടക രാഷ്ട്രീയം വീണ്ടും ഒരു പോരിലേക്ക്, കോൺഗ്രസിലെ ആഭ്യന്തര തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. DK ശിവകുമാറിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് നേതാക്കൾ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡിൽ തുടരുന്ന മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനിടെ 3ാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അറസ്റ്റ് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി യോഗം ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ പാർട്ടി ഇത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധി മറികടക്കാനുള്ള വഴി CPM ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും ചർച്ചയാണ്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം. കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിലുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രതികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. നാളെയാണ് സൂക്ഷ്മ പരിശോധന. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ഇടുക്കി കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കാൻ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ ദിവസങ്ങളോളം മാരത്തൺ ചർച്ച നടത്തിയിട്ടും UDF-ൽ ഇനിയും സീറ്റ് ധാരണയായിട്ടില്ല. കട്ടപ്പന നഗരസഭ രൂപീകരിച്ച ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും UDF-നായിരുന്നു ആധിപത്യം. എന്നാൽ ഇത്തവണ പാർട്ടിയിലെ ഐക്യമില്ലായ്മ കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകുന്ന അവസ്ഥയാണ്. ഇതിനിടെയാണ്
LDF മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. നഗരസഭയിൽ ആകെയുള്ള 35 സീറ്റിൽ 14 CPM-ഉം 12 സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. 7 സീറ്റാണ് CPIക്ക്. RJD-യും NCP-യും ഓരോ സീറ്റിൽ മത്സരിക്കുന്നു. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭാ ഭരണം നേടാൻ കഴിയുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒരാളെ ഭൂരിപക്ഷം കിട്ടിയാൽ ആ പാർട്ടി ഭരിക്കണം. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പിന് ഇത്ര മാസം 15 4 60 15 മാസം ഒരാളിരിക്കുക, 4 ഗ്രൂപ്പിന് വേണ്ടി മാറ്റി വെക്കുക. അത്ര ഗ്രൂപ്പ് സമവായം തന്നെ ഇവിടെ തകർച്ചയ്ക്ക് കാര്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ജനങ്ങൾ ഇത് അവസാനിപ്പിക്കണം. ഒരുമാതിരി നാണം കെട്ട രാഷ്ട്രീയം അത് അവസാനിപ്പിക്കാൻ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി വിശ്വാസത്തിലെടുക്കും എന്ന് നല്ല ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോൺഗ്രസിലെ 3 അംഗങ്ങളാണ് ചെയർപേഴ്സൺ പദവിയിൽ ഇരുന്നത്. ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് LDF-ന്റെ ആരോപണം. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉൾപ്പെടെയുള്ളവരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അതേസമയം ദിവസങ്ങളായി മാരത്തൺ ചർച്ച നടന്നിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വം തർക്കമുള്ള 5 ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയം KPCCക്ക് വിട്ട് കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങി അമ്മയും മകനും. ഇടതിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലാണ് BJP സ്ഥാനാർത്ഥികളായി ഒരേ വീട്ടിൽ നിന്നും അമ്മയും മകനും മത്സരരംഗത്തുള്ളത്. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി കൗതുക വാർത്തകളും നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നും. അതായത് മടിക്കൈ പഞ്ചായത്തിലാണ് ഒരേ വീട്ടിൽ നിന്നും അമ്മയും മകനും മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥികളാണ്. 5ഉം 6ഉം വാർഡുകളിലാണ് മടിക്കൈ പഞ്ചായത്തിൽ ഇത്തരത്തിൽ അമ്മയും അതുപോലെ തന്നെ മകനും മത്സരിക്കുന്നത്. നമുക്ക് നമ്മോടൊപ്പം അവർ തന്നെ ചേരുന്നുണ്ട്. അനിതയും അനുരാജുമാണ്. നമുക്ക് ആദ്യം അനിതയിൽ നിന്ന് തുടങ്ങാം. എന്താണ് അമ്മയും മകനുമാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ്? ഞാൻ ഇത് 3-ാം തവണയാണ് മത്സരിക്കുന്നത്. മടിക്കൈ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ ആദ്യം പങ്കളമുണ്ടായത്, പിന്നെ 5-ാം വാർഡിൽ മത്സരിച്ചു. ഇപ്പോൾ പിന്നെ കോതോട്ടുപാറ മൽപ്പച്ചേരി കോതോട്ടുപാറ 6-ാം വാർഡിൽ മത്സരിക്കും. എങ്ങനെ ഈ അമ്മയും മകനും മത്സരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്? വീട്ടിലെ കാര്യമൊന്നും ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ തന്നെ മകനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയും മകനും മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ഒന്നാമതായി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയതിൽ സന്തോഷം. പിന്നെ ഈ മത്സരത്തിന് ഈ വർഷം അമ്മയും കൂടെ കുട്ടീനുണ്ടെന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? അമ്മ കൂടി മത്സരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് ഒരു പ്രതീക്ഷ നമുക്ക് ആ കാര്യത്തിൽ കൂടുതൽ വരുന്നത്? ഞാനിപ്പോൾ 5-ാം വാർഡ് മടിക്കൈ പഞ്ചായത്ത് 5-ാം വാർഡ് കാഞ്ഞിരപ്പൊയിൽ വാർഡിലാണ് മത്സരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സന്തോഷം. ഈ അമ്മ കൂടി മത്സരിക്കുമ്പോൾ കുറച്ചും കൂടെ വിജയപ്രതീക്ഷ, നമുക്ക് ആത്മവിശ്വാസം കൂടുന്നുണ്ട്. എന്താ അവസ്ഥ? വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാക്സിമം കഴിയാവുന്നത് മാക്സിമം പ്രവർത്തിക്കും. ഈ മടിക്കൈ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം BJP സ്ഥാനാർത്ഥികളിൽ കൂടുതൽ വനിതകളുമുണ്ട് ഇത്തവണ എന്നാണ് വലിയ പ്രത്യേകത. കഴിഞ്ഞ തവണ 1-ാം വാർഡ് BJPക്ക് ഒരു വാർഡ് നേടാൻ കഴിഞ്ഞു. UDF-ന് ഇവിടെ ഒരു അംഗങ്ങൾ പോലും ഇല്ല എന്നതും വളരെ പ്രത്യേകതയാണ്. ഇത്തവണ മാധ്യമ പ്രവർത്തകൻ ഭാര്യ കൂടി ഇവിടെ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ കൗതുകം കൂടുതൽ ഈ മടിക്കൈ പഞ്ചായത്തിൽ BJP ഇത്തവണ പരീക്ഷിക്കുന്നുണ്ട്. അത് ബാബു കോട്ടപ്പാറയുടെ ഭാര്യയാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ വിജയി. നമുക്ക് അവരെയും കൂടെ ഒന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഒരു വാർഡ് നമുക്കുണ്ട്, 1-ാം വാർഡ്. കൂടുതൽ വാർഡുകളിലേക്ക് എത്തുമ്പോൾ വനിതകളെ എത്രത്തോളം ഇറക്കി? ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വനിതകളെ ഇറക്കിയിട്ടുണ്ട്. എല്ലാ വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് എല്ലാ വാർഡിലും ഉണ്ട്, മത്സരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മത്സരിക്കുന്നത് ഇപ്പം 3-ാം വാർഡിൽ ആലമ്പാടി വാർഡിലാണ്. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു വോട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നമുക്ക് ഈ പ്രാവശ്യം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി കൂടുതൽ വനിതകളാണോ? ഈ നമ്മൾ കുറേ വനിതകളെ കാണുന്നുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ വനിതകളാണ് നമ്മൾ ഈ പ്രാവശ്യം മത്സരത്തിൽ ഇറക്കിയിട്ടുള്ളത്. എല്ലാ വാർഡിലും മത്സരത്തിന് തന്നെ വനിതകളുണ്ട്. പ്രാവശ്യം മടിക്കൈ പഞ്ചായത്തിൽ 16 വാർഡുകളിലും BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വനിതകളാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടും എല്ലാ ഭാഗത്തുനിന്നും എല്ലാ വാർഡുകളിലും BJPക്ക് പരിപൂർണമായ പിന്തുണയുണ്ട്. അപ്പോൾ വിജയിക്കും, നമുക്ക് 1-2 വാർഡുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ ഉദ്ദേശം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആശയം ഉൾക്കൊണ്ട് വനിതകളെ കൂടുതൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉൾപ്പെടെ ഇറക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അത്തരത്തിലൊരു വലിയ പോരാട്ടം തന്നെയാണ് മടിക്കൈ പഞ്ചായത്തിൽ ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നതും. അമ്മയും മകനും പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വനിതകൾ ഇത്തരത്തിൽ ഈ 16 വാർഡുകളാണ് മടിക്കൈ പഞ്ചായത്തിലുള്ളത്. അതിൽ ഒരു സീറ്റ് നിലവിൽ BJP എടുത്തിട്ടുണ്ട്. അതായത്
ഇടതിൻ്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാൻ കഴിയുന്നതാണ് ഈ മടിക്കി പഞ്ചായത്ത്. ഇത്തവണ ഇത്തരത്തിൽ കൂടുതൽ വനിതകളെയും കൂടുതൽ ജനകീയമായ സ്ഥാനാർത്ഥികളും ഇറക്കി മടിക്കി പഞ്ചായത്ത് കൂടുതൽ സീറ്റുകൾ നേടി വിജയിക്കാൻ തന്നെയാണ് ഇവർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. കാസർഗോഡ് മാത്രമല്ല, ഇങ്ങ് കോഴിക്കോട് ബാലുശ്ശേരിയിലും ഒരു അമ്മയും മകനും ജനവിധി തേടുന്നുണ്ട്. കൊട്ടൂർ പഞ്ചായത്തിലേക്ക് അമ്മ ഷീബ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ മകൻ അർജുൻ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. MS സനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടുനോക്കുക. നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് അമരുമ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഊരാണ്ടിയിൽ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിലെ 2 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് അമ്മയും മകനുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മകൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അമ്മ പഞ്ചായത്തിലെ വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. അർജുനാണ്, KSUവിന്റെയൊക്കെ സജീവ പ്രവർത്തകനായ അർജുനാണ്. അർജുൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. എങ്ങനെയാ, കന്നി അംഗമാണോ? എങ്ങനെയാണ്? ആദ്യത്തെ മത്സരമാണ്. യുവാക്കൾക്ക് പാർട്ടി സീറ്റ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. KSU സംസ്ഥാന ഭാരവാഹികൾക്ക് എല്ലാവർക്കും, അധിക ആളുകൾക്കും, പഞ്ചായത്തിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി യുവാക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതിന്റെ ഭാഗമായിട്ട് കൈപ്പച്ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടി. അമ്മ ഇവിടെ കഴിഞ്ഞ തവണയും ഇവിടുത്തെ ജനകീയമായ സ്ഥാനാർത്ഥിയായി UDF അതിന് പിന്തുണ കൊടുക്കുകയാണ്. ഇത്തവണയും ഒറ്റപ്പേര്, അമ്മയുടെ പേര് മാത്രമാണ് ഈ വാർഡിൽ വന്നത്. മുൻപൊക്കെ അമ്മയുടെ പ്രചരണത്തിന് പോകുമായിരുന്നു, എങ്ങനെയായിരുന്നു? സജീവ വളരെ ചെറുപ്പം മുതൽ തന്നെ, സ്കൂളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവരുടെയൊക്കെ കൂടെ പിന്നെ UDFന്റെ ഇലക്ഷൻ പ്രചരണമൊക്കെ പോകാനും, കഴിഞ്ഞ തവണ അമ്മ മത്സരിച്ച സമയത്ത് ഇലക്ഷൻ കമ്മിറ്റീന്റെ ഒക്കെ ഭാഗമായിട്ട് അതുപോലെ തന്നെ മുഴുവൻ വീടുകളും കയറാനും എല്ലാ പരിപാടികൾക്കുണ്ട്. ഈ തവണ അത് അമ്മയുടെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്നാലും മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഒരു കന്യാംഗത്തിന് ഇറങ്ങുന്നതിന്റെ ഒരു ആവേശത്തിലാണ്. ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് തന്നെ വലിയ പാടാ അല്ലെ? അപ്പം 2 സ്ഥാനാർത്ഥികളാണ് നിങ്ങളുടെ വീട്ടില്. അതെ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? സന്തോഷമാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് 2 ആളെന്ന് പറഞ്ഞ കൗതുകകരമായ ഒരു വാർത്തയാണ്. അതുകൂടാതെ അവൻ ചെറുപ്പം തൊട്ടേ അതായത് ഈ സൈക്കിളിൽ കൊടി കെട്ടി പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കാലം തൊട്ടേ അവനൊരു ഈ രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അത് കഴിഞ്ഞ് സ്കൂളുകളിലാണെങ്കിൽ, സ്കൂളിൽ പോയി ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനും, അപ്പോൾ അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് വിളി വരും, പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണം, അർജുൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, സമരമാണ്. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ അത് തുടർന്ന് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. പിന്നെ സന്തോഷമേ ഉള്ളൂ. കാരണം സ്കൂളിൽ ഇവൻ സമരത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ, പഠനത്തിലൊന്നും ഒരിക്കലും മോശമായിട്ടില്ല, നല്ല ഇതിൽ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ആയിപ്പോയി, അത്ര ഒരു അതില് സന്തോഷമാണോ വിഷമാണോ ഉള്ളത്? സന്തോഷമുണ്ട്. കൂട്ടത്തിൽ അവന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സർക്കാർ ജീവനക്കാരായി മാറുന്ന സമയത്ത്, PSC പരീക്ഷയൊക്കെ എഴുതി പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല. കാരണം ജനസേവനോ അല്ല, അതൊരു പ്രശ്നമല്ലേ? ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുക മക്കൾ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ പോകുന്നല്ല, സമരമാണ്, പോലീസായി, കേസായി, അല്ലെ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന നമ്മളതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ചെയ്യണമെന്ന്, പിന്നെ ഒരു ജനാധിപത്യ പോരാട്ടങ്ങളിൽ ഉണ്ടാവണം എല്ലാ കാലങ്ങളിലും. നമ്മൾ അങ്ങനെ പൊളിറ്റിക്സ് എന്നതിലുപരി വിദ്യാസംഘടനാ പ്രവർത്തനങ്ങളിലാണ് വന്നത്. അപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്ലസ് വൺ വിഷയമായാലും ആ സമയത്തൊക്കെ ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ജീവിതത്തിലെ നല്ലൊരു രീതിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ അങ്ങനെ പോകുമ്പോഴൊക്കെ എന്താ തോന്നുന്നു? ഈ വലിയ സമരങ്ങളൊക്കെ വരുമല്ലോ, ഈ പോലീസിന്റെ ലാത്തി ചാർജ് അല്ലെങ്കിൽ ജയിലിൽ ഇടുക, അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്നെക്കാൾ വരെ എന്റെ അച്ഛനാണ് ഈ വാർത്തയൊക്കെ കാണുന്ന സമയത്ത് അച്ഛൻ എങ്ങനെ വിളിക്കും, വാർത്തയിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ അവർക്ക് കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ മോനെങ്ങനെ തൂക്കിക്കൊണ്ടുപോകുന്നത് കാണാം, ജയിൽവാസാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഫോൺ ഈ TV കൂടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒക്കെ അപ്പൊ അച്ഛൻ എങ്ങനെ വിളിക്കും, അമ്മയാണെങ്കിൽ കരയും. പക്ഷെ ഇപ്പൊ അറിയാം എല്ലാവർക്കും. പിന്നെ ഇപ്പൊ ആ ഒരു പഴയ പ്രശ്നമില്ലേ? ഈ നേതാവായി വരുംതോറും ആയിരിക്കും ആ പ്രശ്നം മാറുന്നല്ലേ? അങ്ങനെ ചോദിച്ചാൽ അതെ. പിന്നെ അതല്ല, നമുക്ക് എന്തോ പറയാനല്ലേ, ഒരുപാട് കഴിഞ്ഞാലൊരു തക്കം വരികയെന്നുള്ളൊരു ഇത് പറയൂലേ. അപ്പം പണ്ട് എനിക്ക് പേടിയായിരുന്നു, ഇപ്പൊ കുറഞ്ഞു ഇങ്ങനെ പേടി എന്നാലും ഉണ്ട്. വലിയ സമരത്തിലും അങ്ങനത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇപ്പൊ എവിടെ നമ്മൾ കാണുന്നല്ലേ, പത്രങ്ങളിലൊക്കെ കാണുന്നല്ലേ,
ഇനിയിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പിന്നെ കുഴപ്പമില്ല, ഒരു സ്ഥാനമായി അല്ലേ? അതെ അതെ, സ്ഥാനമായി. ഇതിപ്പോ ആരുടെ ജയ തീരെ ഒരു രാഷ്ട്രീയം മാത്രമായിട്ടല്ല, അവനൊരു സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവന്റേതായ കാര്യങ്ങളൊന്നും അവനാരെയും ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല. ഒരു ഉപജീവന മാർഗമായിട്ടൊന്നും എടുത്തല്ല രാഷ്ട്രീയം. അവനൊരു സഹകരണ ബാങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നയാളാണ്. ഈ ആരുടെ ജയത്തിനാ കൂടുതൽ ആഗ്രഹിക്കുന്നത്? രണ്ടുപേരും ജയിക്കണം എന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഞാൻ എന്റെ മകൻ ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ, അമ്മമാരെപ്പോഴും എനിക്കും ജയിക്കണം, അതായത് എന്റെ വാർഡില് ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു പടി മുകളിൽ നിൽക്കുന്ന എനിക്ക് എന്റെ മകൻ ജയിച്ചു വരണം എന്നുണ്ട്. അർജുൻ എങ്ങനെ? അർജുന ഈ അമ്മ പറയുന്ന പോലെ തന്നെയാണോ? രണ്ടുപേരും ജയിക്കണം എന്ന് തന്നെ ആഗ്രഹം. രണ്ടും നമുക്ക് വളരെ അത്യാവശ്യമായ സീറ്റുകളാണ്. ഇത് ഇവരൊക്കെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടറിയാം. നമ്മൾ കുറെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അമ്മ ഇവിടെ മത്സരിച്ച് അന്ന് ഒരു 350ഓളം ഭൂരിപക്ഷം അതിന്റെ മുന്നേ തവണ ഉണ്ടായിരുന്നു. ഇപ്പോൾ 82ലേക്ക് ചുരുക്കി. അന്ന് ആ മത്സര റിസൾട്ട് വന്ന അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് അടുത്ത തവണ ജനറൽ സീറ്റ് ആയാലും പിന്നെ അമ്മ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. അന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അത് ഐക്യകണ്ഠ തന്നെ ഈ സമയത്തും വന്നു. അപ്പോൾ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ വളർന്ന രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന എന്നെയൊക്കെ കൈപിടിച്ച് ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു മണ്ണാണ്. ഈ മണ്ണിൽ നമ്മളൊരു ഈ രാഷ്ട്രീയ പോരാട്ടം നമ്മൾ വിജയിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഡിവിഷൻ വലിയ ഈ സംഘടനാ രംഗത്തൊക്കെ ഉള്ള സമയത്തും ഈ പഞ്ചായത്തിലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിവിഷൻ തന്നെയാണ്. ആ ഡിവിഷനിലെ ആളുകളും വലിയ സന്തോഷത്തിലാണ്. ഇന്നലെയൊക്കെ കുടുംബസംഗമങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു റെസ്പോൺസാണ് എല്ലാവരും കിട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ, ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷിയുള്ള ആളുകളൊക്കെ പിന്നെ ഇന്നലെയൊക്കെ എൻ്റെ പോസ്റ്ററൊക്കെ വന്നപ്പോൾ, പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ എല്ലാവരും, അതിലൊന്നും ഒരു രാഷ്ട്രീയം കാണിക്കാതെ എല്ലാവരും പിന്നെ സപ്പോർട്ടോടെ സ്റ്റാറ്റസൊക്കെ ഇടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം പിന്നെ വിജയിച്ചു വരാമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. അമ്മയും വിജയിക്കും, ഞാൻ കോട്ടൂർ ഡിവിഷനിലും വിജയിക്കും എന്നുള്ള എന്നെയാണ് പ്രതീക്ഷ. ആരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ പിന്തുണയ്ക്കുന്ന? അമ്മ തന്നെയാണോ അതോ അച്ഛന? ആരാ? ഇങ്ങനെ എതിർപ്പുണ്ടായിരുന്നോ ആദ്യമൊക്കെ? എതിർപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ദിവസവും സമരവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സംഘടനാ രംഗത്ത് ഒരു തവണ പോലും രണ്ടാളുടെ ഭാഗത്തു നിന്നും പോകരുത് എന്നുള്ള ഒരു വാക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും വലിയ വിജയം രണ്ടുപേർക്കും കിട്ടും. നിങ്ങളുടെ നാവ് പൊന്നാട്ടെ. അമ്മ എങ്ങനെയാണ് ഈ ഉഷാറായിട്ട് പോകുന്നുണ്ടോ പ്രചരണമൊക്കെ? പ്രചരണമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതാ പിന്തുണയ്ക്കാൻ ഇവരെല്ലാവരും രാവിലെ തന്നെ എത്തും. എല്ലാവരും പരിപൂർണ പിന്തുണയോടുകൂടി എൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും രണ്ടുപേരും വിജയിക്കുമെന്നാണ് ആഗ്രഹം. കോട്ട, അതായത് LDF വിജയിച്ച വാർഡിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നേ കുറച്ച ആളാണ് അമ്മ. ഒപ്പം കോൺഗ്രസിന്റെ LDF സിറ്റിംഗ് വാർഡാണ്. അവിടെ കോട്ട പിടിച്ചടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അർജുനുമുള്ളത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർഡിലെ വോട്ടർമാർക്ക് പാമ്പ് ശല്യമേറിയതോടെ വനംവകുപ്പ് ഓഫീസുകളിൽ കയറിറങ്ങി മടുത്ത് അവസാനം പാമ്പ് പിടുത്തക്കാരനായി മാറിയൊരു പഞ്ചായത്ത് അംഗമുണ്ട് കോഴിക്കോട്. അത്തോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സന്ദീപ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ജനവിധി തേടുന്നത്. വോട്ട് പിടുത്തത്തിനൊപ്പം പാമ്പ് പിടുത്തവും തകൃതിയായി നടക്കുന്നുമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് പിടുത്തത്തിന്റെ തിരക്കിനൊപ്പം മറ്റൊരു പിടുത്തം കൂടി നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പമുള്ളത്. പാമ്പ് പിടുത്തമാണ്. ഈ ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വിളിക്കുമ്പോൾ ഓടി അതുകൂടി ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദീപിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നല്ല ഇതിൽ തുടങ്ങിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അത്തോളി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. മുമ്പ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റാണ്, പഞ്ചായത്ത് അംഗമാണ്. അതെ, 2010 ഫസ്റ്റ് ജനപ്രതിനിധിയായി. പിന്നെ 2020 സമയത്താണ് വൈസ് പ്രസിഡന്റ് ആയി 2.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊപ്പം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ വോട്ട് പിടുത്തം മാത്രമല്ല നടത്തുന്നത്, ഈ ആളുകൾ പാമ്പ് പിടിക്കാനും കൂടെ വിളിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ 2010 ജനപ്രതിനിധിയായി വന്ന സമയത്ത് നമ്മളെ വീടുകളിലൊക്കെ, വാർഡിന്റെ പരിധിയിൽപ്പെട്ട വീടുകളിലൊക്കെ ഇതേമാതിരി പാമ്പും അതേമാതിരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. അപ്പോൾ നമ്മളത് ഫോറസ്റ്റിലേക്ക് അറിയിക്കുകയും ഫോറസ്റ്റിൽ നിന്ന് അവർ വരുന്നവരെ ചിലപ്പോൾ നമ്മളവിടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർ തിരക്കിലാണ്, ചിലപ്പം നമുക്ക് മണിക്കൂറുകളോളം ആ വീട്ടിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതിൽ നിന്നെങ്ങനെ നമുക്ക് ആളുകളെ സഹായിക്കാമെന്ന് ചിന്തയിലാണ് നമ്മളെ താമരശ്ശേരിയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ട്രെയിനിങ് പങ്കെടുക്കുകയും ലൈസൻസ് ലഭിക്കുകയും ചെയ്തു.
അപ്പം വാർഡിലെ വോട്ടർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാമ്പ് പിടുത്തം പഠിച്ചത്? അതെ അതെ 100%. എന്നിട്ട് ഇത് പഠിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടായ നാട്ടുകാർക്ക്? എത്രയോ ആള് ഇപ്പൊ അണ്ടിക്കോടാണെങ്കിലും ചീക്കിലോടും പിന്നെ ഉള്ളേരി വരെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഒരു 10-400 പാമ്പുകൾ ഇപ്പം പിടിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്കൊരു വലിയ ഭയമാണല്ലേ, ഒരു പാമ്പ് ഒരു വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതെ നമ്മള് ചിലപ്പോ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടില്. ആണുങ്ങളൊക്കെ ജോലിക്ക് പോയ സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അത് ചിലപ്പം കുട്ടികൾ മാത്രമായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു കാര്യം തന്നെയായിട്ട് കാണുകയാണ്. അപ്പൊ ഈ ജനപ്രതിനിധികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഈ പാമ്പിനെ കൊണ്ടല്ലേ? ആദ്യം പഞ്ചായത്ത് മെമ്പറെ ആയിരിക്കും വിളിക്കുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളാണ് വിളിക്കുക. അതെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുക മെമ്പറെ ആണല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ മെമ്പർമാരുള്ള അവസ്ഥ. ഇപ്പം ബാക്കിയുള്ള മെമ്പർമാർക്കും ഞാനിത് ഈ രംഗത്തുള്ളതിനെ കൊണ്ട് ബാക്കിയുള്ള മെമ്പർമാർക്ക് ഒരു വളരെ സമാധാനം കിട്ടുന്നുണ്ട്. ഓരോ വാർഡുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം ബന്ധപ്പെടും, നമുക്ക് പോകാനും അവരെ സഹായിക്കാനും സാധിക്കുന്നുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന പാമ്പിനെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കക്കയത്തേക്ക് അറിയിക്കും, അല്ലെങ്കിൽ താമരശ്ശേരി അറിയിക്കും. അപ്പം കക്കയത്തേക്കൊക്കെ അറിയിച്ചാൽ അധികം പോലും ഇവിടെ വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ബാലുശ്ശേരിയൊക്കെ എത്തിച്ചു കൊടുത്താൽ കക്കയെന്ന് പോലും ബാലുശ്ശേരി വരെ വന്ന് കൊണ്ടുപോകും. പറ്റുന്ന സമയമാണെങ്കിലൊക്കെ പോലും ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോലുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പാമ്പ് കൊടുത്തതിന് പോകുന്നുണ്ട്, ആളുകൾ വിളിക്കാറുണ്ടോ? ഉണ്ട് വിളിക്കാറുണ്ട്. കയ്യിൽ തന്നെ സാധനം കരുതിയാ പോകും. അതെ തീർച്ചയായും. ഈ ഒരു പാമ്പ് പിടുത്തം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലേ ഈ ചെല്ലുമ്പോൾ ഒരു സ്വീകരണം എങ്ങനെയുണ്ട്? അതുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ പോയാൽ പിന്നെ അവിടെ പോകുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവും. ഭയങ്കര ഒരു പേടി ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അവര് ഒരു സഹായം കിട്ടുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും അവരെ മനസ്സിലുണ്ടാവും. അതിന് ഈ കക്ഷിഭേദമൊന്നും കാണത്തില്ല, എല്ലാ പാർട്ടിക്കാരുടെ വീട്ടിൽ പിടിക്കും. എല്ലാ പാർട്ടി ഇതല്ല. അല്ലെങ്കിൽ മെമ്പർ ആയി വന്നാൽ പിന്നെ രാഷ്ട്രീയമല്ലല്ലോ. എല്ലാവരും മെമ്പർ ഒരു വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുത്താൽ പിന്നെ അവർ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയല്ല, എല്ലാവരും മെമ്പറായിട്ടല്ലേ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആളുകൾ കാണുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സിറ്റിംഗ് ഡിവിഷനിൽ ആരാണ് ജയിച്ചു നിൽക്കുന്ന സ്ഥലമാണ്? ഇതിലിപ്പോ LDF ജയിച്ച ഒരു മണ്ഡലമാണ്. പറ്റും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുപോലെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിളി വരുന്നത് ഒരുപക്ഷെ ഈ പാമ്പിന്റെ ശല്യം മൂലമാണ്. അങ്ങനെ അതിനുവേണ്ടി പാമ്പ് പിടുത്തം പഠിച്ച ഒരു ആൾ കൂടിയാണ്. എന്തായാലും ഇത്തവണ അത് ഈ ജനങ്ങളുമായുള്ള ഒരു ഇടപഴകൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും. പാലാ നഗരസഭയിലെ കടുത്ത പോരാട്ടത്തിനിടെ കിങ് മേക്കർ ആകാൻ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ CPMന്റെ ഒരേ ഒരു അംഗമായിരുന്ന ബിനു പുളിക്കണ്ടകം സ്വതന്ത്രനായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ബിനുവിനെ കൂടാതെ മകൾ ദിയ ബിനുവും ജ്യേഷ്ഠൻ ബിജുവും സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട്. 3 പേര് വിജയിച്ചാൽ പാലായിൽ ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ പോലും അത് നിർണായകമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷം പാലാ നഗരസഭ സംസ്ഥാന തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇനിയുള്ള 5 വർഷക്കാലവും അങ്ങനെ തന്നെ ആകുമോ എന്ന സസ്പെൻസ് ബാക്കിയാകാൻ ചില കാരണങ്ങൾ ഇവിടെയുണ്ട്. പാലയിൽ 3 സ്വതന്ത്രന്മാർ മത്സരിക്കുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയമുണ്ടാകും. ബിനു പുളിക്കണ്ടം ഉൾപ്പെടെയുള്ളവരാണ്. പാലയുടെ കിങ് മേക്കറായി മാറും സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അനിവാര്യമായത് ഇപ്പോൾ വേണേൽ സംഭവിക്കാം. ഈ രാഷ്ട്രീയത്തിൽ പകയും പ്രതികാരവും ഒക്കെ സ്വാഭാവികമല്ലേ? കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ബിനു പുളിക്കണ്ടത്തിന് ചെയർമാനാകാൻ പറ്റാതെ പോയതിന് പിന്നിലുള്ള ചില എതിർപ്പുകളൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ മനസ്സിലുണ്ടാവില്ലേ? അതുകൊണ്ട് അല്ല, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുന്നത്. രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് മത്സരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ 5 വർഷക്കാലം ഞങ്ങൾ മത്സരിക്കുന്ന 2 വാർഡ് CPM 1 വാർഡ് CPIയും ജയിച്ചതാണ്. അതിൽ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചതാണ്. എന്നാൽ ഇപ്രാവശ്യം എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ പോലുമല്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികൾ, അതായത് ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിർണായക കൈ നോക്കുകയാണ്. എന്തായാലും കൈ നോക്കുന്ന 2010 ഞങ്ങൾ ഇതേപോലെ എൻ്റെ നേതൃത്വത്തിൽ ഇതേപോലെ 3 വാർഡിലും മത്സരിച്ച് ഞങ്ങൾ 3 പേരും വിജയിച്ചതാണ്. അന്ന് ഇവർ 2 പേരും ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും വിജയിച്ചു. 3 വാർഡിലും വിജയിച്ചിട്ടുണ്ട്. നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 2010 ഞങ്ങൾ 3 പേരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ സാധിക്കാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. 13, 14, 15 വാർഡുകളെന്ന് പറഞ്ഞാൽ പരസ്പരം കണക്റ്റഡാണ്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം അതുപോലെ 3 വാർഡുകളും ചേരുന്ന സ്ഥലമുണ്ട്.
അപ്പോൾ വൈകാരികമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഇവിടെ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളുകളെന്ന അല്ലെങ്കിൽ ഇവിടെ കളിച്ചു വളർന്ന ആളുകളെന്ന രീതിയിൽ വളരെ അടുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ 20 വർഷക്കാലമായി കൗൺസിലറാണ്. ഈ 3 വാർഡിലെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വാർഡ് തിരിഞ്ഞല്ല. അപ്പോൾ എല്ലാ ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. അതുകൊണ്ട് ഞങ്ങൾക്ക് അപരിചിതമൊന്നുമില്ല. ഈ മോളെ കൂടി കളത്തിലിറക്കാവുന്നൊരു ചിന്ത എങ്ങനെയാണ്? മോള് അവർക്ക് അവളുടേതായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ശീലിച്ച അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അല്ല മോളുടെ കാഴ്ചപ്പാടിലുള്ളത്. സമരങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി യുവജന ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? അങ്ങനെ ഇല്ല, രാഷ്ട്രീയത്തിലില്ല. ഞാൻ പറഞ്ഞത് ഞാനതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്. ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ വളർന്നു വന്ന, കൊടി പിടിച്ച, മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു രാഷ്ട്രീയമല്ലായിരുന്നു ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇച്ചിലൂടെ നമ്മുടെ ന്യൂജൻ രാഷ്ട്രീയം, ഐഡിയാപരമായിട്ടും അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ അവൾക്ക് ഈ രാഷ്ട്രീയം ഒരിക്കലും അപരിചിതമുണ്ടായിരുന്നില്ല. എൻ്റെ സൂചിപ്പിച്ചായിരുന്നു എൻ്റെ കൗൺസിലർഷിപ്പിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പ്രായം ഉള്ളൂ അവൾക്ക്. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് കണ്ട് വളർന്ന ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛനാണേലും ചേട്ടനാണേലും എല്ലാവരും ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും മാറി നിന്നവരല്ല. അപ്പോൾ ആ ഒരു ഞങ്ങളാരും നിർബന്ധിച്ചിട്ടല്ല. ഇതുപോലെ ഒരു ആലോചന വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 90% മുകളിൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ച വാർഡാണ് 15-ാം വാർഡ്. എതിർ സ്ഥാനാർത്ഥികൾക്ക് കേവലം 100-ൽ താഴെയാണ് 2 പേർക്ക് കൂടെ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഒരു വാർഡിൽ പല കാര്യങ്ങളും ചെയ്തു വെച്ചു. ഇനിയും പല കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അങ്കമാടി, 3 നില അങ്കമാടി എൻ്റെ വാർഡിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായും അതിലേക്ക് വരാം. ഈ അച്ഛൻ ഇങ്ങനെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ മോള് ഞെട്ടിയ? എനിക്ക് ചെറുതായിട്ട് ഉറപ്പായിട്ടും എനിക്കൊരു ഞെട്ടൽ, ഒരു കൗതുകമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്തായാലും ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി ആളുകൾ എന്താ പറയുന്നത്? ഇവര് രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും എനിക്കൊരു വളരെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഉറപ്പായിട്ടും പുതിയ തലമുറ കടന്നു വരട്ടെ, നിങ്ങളുടെ ഐഡിയാസ് വരട്ടെ. ഇപ്പം അച്ഛനാണെങ്കിലും പറഞ്ഞ പോലെ അച്ഛൻ തുടങ്ങിയിട്ട് കുറേ പ്രോജക്ട്സ് ഉണ്ട്, അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത്. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ മനസ്സിലുണ്ടോ? ഉറപ്പായിട്ടും ഇത് എൻ്റെ നാട്ടുകാരല്ലേ, അവരുടെ എനിക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ലോക്കൽ ബോഡി ഗവൺമെൻറ്റ്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കാണ് ഇപ്പോൾ ആൾക്കാരിൽ ഇപ്പോൾ അവർക്കാണെങ്കിലോ അവരുടെ ഏറ്റവും കഷ്ടതയുള്ള പ്രശ്നങ്ങൾ നമുക്കാണ് ഏറ്റവും ആദ്യം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. കുടിവെള്ളം ആണെങ്കിലും ശൗചാലയം ആണെങ്കിലും അംഗൻവാടി ആണെങ്കിലും അങ്ങനത്തെ ഓരോ ബേസിക് കാര്യങ്ങൾ നമുക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവർക്ക് അറിയാതെ പോകുന്ന, നമ്മൾക്കാണെങ്കിലും ഒത്തിരി റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റ്സ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിലും അവർക്കത് അറിയത്തില്ലായിരിക്കും. അതൊക്കെ അവരിലേക്ക് എത്തിക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. എന്തായാലും ഗംഭീരമാട്ടെ. അടുത്ത ആളുടെ ലുക്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ അടക്കം പ്രചരണത്തിൽ അല്ലെങ്കിൽ പിന്നീടുള്ള പല ബൈറ്റുകളുടെയൊക്കെ ഒരു വശത്ത് ബിജു ഉണ്ടായിരുന്നു. ബിനുവിൻ്റെ ചേട്ടനാണ് ബിജു പുളിക്കണ്ടം. ഇങ്ങനൊരു മത്സരത്തിന് ഇറങ്ങാൻ എന്താണ് അങ്ങനൊരു തീരുമാനം? അനിയനൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാണോ? അല്ല, അനിയനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അനിയൻ്റെ എല്ലാ ഇലക്ഷനുകളിലും ഇപ്പം നിങ്ങൾ ബിനു തന്നെ പറഞ്ഞു 20 വർഷത്തെ കൗൺസിൽ കാലഘട്ടം, ഇതിലൊക്കെ ബിനുവിൻ്റെ തോളോട് തോളിയാർന്നുണ്ടായിരുന്ന ആൾ തന്നെയാണ്. പിന്നെ ബിനു സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്യമല്ല. എൻ്റെ പിതാവ് പാലായിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിച്ചയാളാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ആ പിതാവിൻ്റെ കൈ പിടിച്ച് എന്ന് പറയാം. ബിനുവിൻ്റെ കാര്യം എടുത്താൽ ബിനു സെൻറ് തോമസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ KSUവിലൂടെ രാഷ്ട്രീയത്തിൽ വന്നയാളാണ്. ഞാനും കേരളത്തിലെ പ്രമുഖ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിൽ അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് 30 വർഷം ഉണ്ടായിരുന്നയാൾ തന്നെയാണ്. എൻ്റെ ഒരു 3ാമത്തെ പ്രസിഡൻ്റായിട്ടാണ്. ഇപ്പം ഒരു ഘടകകക്ഷിയുടെ ഒരു പ്രമുഖ നേതാവ് എന്നെക്കാളും തുലം വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആ ഒരു പോസ്റ്റുകളിൽ നിന്നും മാറി നിന്നു എന്നുള്ള സത്യമാണ്. കുറച്ചൊക്കെ സിനിമാ രംഗത്തേക്കും ഒക്കെ ആയിട്ട് മാറി നിന്നു. ഈ കഴിഞ്ഞ തവണ ചെയർമാൻ സ്ഥാനം പോയ സമയത്ത് കുടുംബത്തിനൊരു വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ ഈ ജയപരാജയങ്ങളൊന്നും ഞങ്ങളെ അങ്ങനെ ബാധിക്കുന്നില്ല. കാരണം ബിനുവിൻ്റെ കാര്യം നിർബന്ധപൂർവ്വം മാറ്റി നിർത്തുന്നു എന്ന തരത്തിൽ പാലായിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളാണ് ഞങ്ങളോട് ചോദിച്ചതും നിങ്ങളോട് കാണിച്ചതൊരു നീതികേടല്ലേ എന്നുള്ള ആ ഒരു ചോദ്യം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ അഭിമുഖീകരിച്ചു. സുരേഷ് ഗോപി വരുമോ പ്രചരണത്തിൽ? സുരേഷ് ചേട്ടൻ്റെ അറിയാമല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹാശിസുകൾ മൗനമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരസ്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇത്തവണ
ഒരു മാറ്റം പാലയിൽ ഉണ്ടാകും എന്നുള്ളതാണോ? ഒരു ഫൈറ്റ് എങ്ങനെയാണ്? മാറ്റം പാലായിൽ ഉണ്ടാകും. കാരണം നാളിതുവരെ മുമ്പേ നമ്മൾ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പാലാ നഗരഭരണം ഒരിടത്തും വന്നിട്ടില്ല. അതിനൊരു മാറ്റം ഉണ്ടാകാം. കാരണം വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ജനങ്ങളെല്ലാം അസ്വസ്ഥരാണ്. പാലായിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലറുടെ ഒരു പ്രവർത്തന സമയമെടുത്ത് നോക്കിയാൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും പാലായിൽ നടന്നിട്ടില്ല. ആസ് യൂഷ്വൽ ആര് വന്നാലും നടക്കുന്ന സാധാരണ ഒരു പ്രവർത്തനങ്ങൾ, അല്ലാതെ ഒരു പുതിയതായ ഒരു പ്രോജക്റ്റോ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങളോ കുടിവെള്ള പദ്ധതികളോ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. അതിലൊരു പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാണ്. പക്ഷേ അതിനൊരു മാറ്റം വരണം. രാഷ്ട്രീയത്തിനുപരിയായിട്ട് വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അത് വേണം. എന്തായാലും അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്നു, BJPയിൽ ഉൾപ്പെടെ നിന്നപ്പോൾ പോലും വിജയിച്ച ഒരു ചരിത്രമുണ്ട് ബിനു പുളിക്കകണ്ഠത്തിന്. അതേപോലെ ഈ 3 വാർഡുകളിലും വിജയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ ഈ പറഞ്ഞതുപോലെ പാലയുടെ ഒരു കിങ് മേക്കർ ആകാൻ ഈ പുളിക്കകണ്ഠം ഫാമിലി അത് അങ്ങനെയായി മാറുമോ എന്ന ചോദ്യം കൂടി പാല നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയാണ്. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. നമ്മളിനി മറ്റ് വാർത്തകളിലേക്കാണ്. നേരെ ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. 18ാം പടിയുടെ നിയന്ത്രണം IRBയും സ്പെഷ്യൽ ആംഡ് പോലീസും ഏറ്റെടുത്തു. സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തിയത് തിരക്ക് കുറയ്ക്കുന്നതിന് സഹായകമായെന്നാണ് വിലയിരുത്തൽ. BV വിനോദ് സന്നിധാനത്തുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ തന്നെയുണ്ട്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമലയിലാണ്. എന്താണ് ശബരിമലയിലെ വിശേഷങ്ങൾ? അവിടെ ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ലേ? ഭവ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശബരിമലയിൽ എല്ലാം നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉള്ള ആശങ്ക ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഒഴിവായി ഭക്തർക്ക് സുഖമായ ദർശനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും 80,000 ഭക്തരാണ് ദർശനം തേടിയത്. എല്ലാവർക്കും തന്നെ ദർശനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭവ്യ പറഞ്ഞതുപോലെ കൂടുതൽ കേന്ദ്രസേന സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. NDRF 2 സംഘം നേരത്തെ തന്നെ സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നിപ്പോൾ RAFന്റെ പുതിയൊരു സംഘം ഇവിടേക്ക് വരുന്നുണ്ട്. പമ്പയിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിലയ്ക്കലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പമ്പയിൽ ഇപ്പോൾ എത്തുന്ന ഭക്തർക്ക് നേരിട്ട് തന്നെ സന്നിധാനത്തേക്ക് കയറാൻ, അവിടെ സ്നാനം കഴിഞ്ഞാൽ നേരെ സന്നിധാനത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല, പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രയിൽ 20ഓളം ഇടങ്ങളിൽ നേരത്തെ തന്നെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെയൊക്കെ പ്രവർത്തനം വളരെ തോതിൽ കാര്യക്ഷമമാക്കുന്ന ഒരു നിലയുണ്ടായി. അവർക്ക് കയറി വരുമ്പോൾ ഭക്തർക്ക് ലഘുഭക്ഷണവും പാനീയങ്ങളും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. 500-ലധികം പോലീസുകാരെയും കൂടുതലായി വിന്യസിച്ചു. മറ്റിടങ്ങളിലൂടെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും പമ്പ വഴിയുള്ള വരവാണ്. മറ്റൊന്ന് ഈ എരുമേലി വഴിയുള്ള കാനനപാത വഴിയുള്ള വരവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ ചില പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പുല്ലുമേട് വഴിയൊക്കെ തന്നെ വലിയ തോതിലല്ലെങ്കിലും ചെറുതായൊക്കെ അയ്യപ്പ ഭക്തരുടെ എണ്ണം, അങ്ങനെ ചെറിയ എണ്ണം അയ്യപ്പ ഭക്തരൊക്കെ എത്തുന്നുണ്ട്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. സ്പോട്ട് ബുക്കിംഗ് 5000-ആയി ഹൈക്കോടതി കുറച്ചിരുന്നു. ഇപ്പോൾ പൂജയുടെ സമയമാണ്. അയ്യപ്പ ഭക്തർ ശരണം വിളിയോടെ ദർശനത്തിന് ശ്രീകോവിലിന് മുന്നിലേക്ക് നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഏതായിരുന്നാലും ഈ 5000-ആക്കി സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടുകൂടി തന്നെ അതിന്റെ എണ്ണത്തിലും കുറവുണ്ടായി. ഇവിടേക്ക് വരുന്ന സ്പോട്ട് ബുക്കിംഗ്, അതായത് നേരത്തെ തന്നെ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്യാതെ ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കോടതിയിൽ ഇനി റിപ്പോർട്ട് നൽകുമ്പോൾ കൂടുതൽ ഭക്തരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ വന്നാലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ കടത്തിവിടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. ചില കരാറുകളൊക്കെ ഏൽപ്പിക്കുന്നതിന് കാലതാമസം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ അതെല്ലാം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഭവ്യ, ശരി. സന്നിധാനത്ത് നിന്ന് VV വിനോദാണ് രാവിലെ തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്.
നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിലേക്കാണ്. അവരുടെ നല്ല കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഇന്ന് വിവാഹിതരാകുന്ന പാലക്കാട് നെന്മാറയിലെ ലിബിനും അങ്കമാലി ചെങ്ങമനാട് ആതിരയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷമുള്ളതാവട്ടെ. ഇന്നത്തെ ദിവസം മുതൽ അങ്ങോട്ട് ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാവട്ടെ. ഇവർക്ക് ആശംസകൾ നേരുന്നത് ഫ്രണ്ട്സും കസിൻസും മറ്റ് ബന്ധുമിത്രാദികളുമാണ്. ഒപ്പം ന്യൂസ് 18 എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരിഡ് ലൈഫ്. നെടുമങ്ങാട് ആനാട് സ്വദേശികളായ കവിരാജിന്റെയും ശില്പയുടെയും 9ാം വിവാഹ വാർഷികമാണിത്. ആശംസകൾ അറിയിക്കുന്നത് വെമ്പായത്ത് നിന്നും ആമിയും അപ്പൂസും കവിതയുമാണ്. അപ്പം ന്യൂസ് 18ന്റെയും ആശംസകൾ. ഇപ്പോൾ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. PV അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുകയാണെന്നുള്ളൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. PV അൻവറിന്റെ വീട്ടിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാണ്. മലപ്പുറത്തെ ഒതായിലെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. അത് പ്രേക്ഷകരിലേക്ക് വരും ബുള്ളറ്റിനിൽ എത്തിക്കാം. അത് എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.